ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നതെന്ന് പറയുന്നത് മാക്സ്വെൽസ് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് ടോപ്പിക്സ്, അതായത് നിങ്ങൾ മുമ്പ് പഠിപ്പിച്ച ടോപ്പിക്സ് എന്ത് ചെയ്യുക, വായിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതിലുള്ള കുറച്ച് റിസൾട്ട്സ് നമ്മൾ എന്ത് ചെയ്തോട്ടെ ഈ സെക്ഷനിലോട്ട് നമുക്ക് എന്താണ് ആവശ്യമുണ്ട്. സോ അത് നന്നായിട്ട് അറിയായിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേഷൻ സമയത്ത് ആ റിസൾട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഡൗട്ടൊന്നും തോന്നത്തില്ല. സോ എന്ത് ചെയ്യുക, നമ്മൾ ആ സെക്ഷൻ നന്നായിട്ട് വായിച്ചിട്ട് ശേഷം വേണം എന്ത് ചെയ്യുക, മാക്സ്വെൽസ് ഇക്വേഷൻ പഠിക്കും. അപ്പോൾ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ മാക്സ്വെൽസ് ഇക്വേഷന് 4 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്തത്, മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്തത്, കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ലൈക്ക് എന്താണ്, എപ്പോഴും നോർത്തും സൗത്തും പോൾ ഒരുമിച്ച് ഇരിക്കത്തുള്ളൂ മാഗ്നറ്റിക് ഫീൽഡിൽ എന്നൊക്കെ, അല്ലെങ്കിൽ മാഗ്നറ്റിസിറ്റിയുടെയും ഇലക്ട്രിസിറ്റിയുടെയും കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഇക്വേഷൻ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, കൂടുതൽ പ്രൂഫോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അതാണ് ഈ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സ്വെൽസ് ഇക്വേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പോരാഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് എന്ന് പറഞ്ഞത് ഈ മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കലും പറയാം, ഈ മാക്സ്വെൽസ് ഇക്വേഷൻ്റെ എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഈ ഇക്വേഷൻ്റെ എക്സ്പ്ലനേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, അറിയാൻ പറ്റിയത്. ഓക്കെ, അടുത്ത് ഇത് നമ്മളിവിടെ നോക്കുന്നത് ഈ മാക്സ്വെൽസ് ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഫോമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, അതാണ് മോസ്റ്റ് കോമൺ ഫോം. അപ്പോൾ മാക്സ്വെൽസിന് മെയിനായിട്ട് 4 ഇക്വേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ആൻഡ് ദ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എച്ച് ഈസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷനാണ് മാക്സ്വെൽസ് ഇക്വേഷനായിട്ട് ഉള്ളത് നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഡിഫറൻഷ്യൽ ഫോമിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇക്വേഷനായിട്ട് നോക്കാം. ഇപ്പം അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞത് മാക്സ്വെൽസ് ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഇക്വേഷനാണ് മാക്സ്വെൽസ് ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ. അപ്പോൾ മാക്സ്വെൽ ആദ്യം ഗോസസ് തിയറം ബേസിക്, നമ്മുടെ ഈ തിയറി എല്ലാ ഇക്വേഷനും, മാക്സ്വെൽസിൻ്റെ എല്ലാ ഇക്വേഷനും ഓരോ ബേസിക് ഇക്വേഷനിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഡെറൈവ് ചെയ്ത് മാക്സ്വെൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ഗോസസ് തിയറം ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗാസസ് തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഒരു ക്ലോസ് സർഫസിൽ നിന്ന് വരുന്ന നെറ്റ് ചാർജ്, അല്ലെങ്കിൽ ക്ലോസ് സർഫസിൽ നിന്ന് വരുന്ന നെറ്റ് ഫ്ലക്സ്, ഓക്കെ, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ നെറ്റ് ഫ്ലക്സ് എന്തിന് ഈക്വലായിരിക്കും, എപ്പോഴും അതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ടോട്ടൽ ചാർജിൻ്റെ 1/ε ടൈംസ് ആയിരിക്കും. ഓക്കെ, ഈക്വലായിരിക്കും. അതായത് ഒരു ക്ലോസ് സർഫസ്, ഇങ്ങനെ ഒരു ക്ലോസ് സർഫസിൽ നിന്ന് വരുന്ന നെറ്റ് ഫ്ലക്സ് എപ്പോഴും എന്തായിരിക്കും, ഇതിൻ്റെ അകത്തിരിക്കുന്ന ചാർജിൻ്റെ 1/ε ടൈംസ്. ഓക്കെ, 1/ε0 ടൈംസിന് എന്തായിരിക്കും, ഈക്വലായിരിക്കും. ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗാസസ് തിയറം പറയുന്നത്. ഓക്കെ, അത് വായിക്കുന്നതാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതാണ് ഏതെന്നാണ് ഗാസസ് തിയറം പറയുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ ഇൻ്റഗ്രൽ ഫോമിൽ എഴുതിക്കുന്നതാണ്. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് എൻ ക്യാപ് ഡി എസ് ഈക്വൽ ടു 1/ε ക്യൂ ആണ് നമ്മുടെ അതിൻ്റെ അതുള്ള ചാർജ്. അപ്പം ഒരിക്കലും പറയാം, മാക്സ്വെൽസ് ഗാസസ് തിയറം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പറയുന്നതാണ് എന്തായിരിക്കും, എപ്പോഴും ഒരു ക്ലോസ് സർഫസിൽ നിന്ന് വരുന്ന നെറ്റ് ഫ്ലക്സ് എന്തിന് ഈക്വലായിരിക്കും, അതിനുണ്ടായിരിക്കുന്ന ടോട്ടൽ ചാർജിൻ്റെ 1/ε ടൈംസിന് ഈക്വലായിരിക്കും എന്ന് പറയുന്നത് അതിൽ വരുന്ന ഫ്ലക്സ്. ഓക്കെ, ഇതാണ് എന്നാണ് ഗാസസ് ഈ തിയറി. ഇതാണ് എന്ത് ചെയ്തത്, നമ്മുടെ മാക്സ്വെൽ ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടി എടുത്ത ബേസിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നമുക്ക് എങ്ങനെ, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε ടൈംസ് ക്യൂ. ഓക്കെ, സോ നമ്മളിതിൽ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് എൻ ക്യാപ് ഡി എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒരു യൂണിറ്റ് വെക്ടറാണ്. ഓക്കെ, അതായത് അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ അതിനുള്ളൂ. ഓക്കെ,
അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന്, ഇ ഡോട്ട് ഡി എസ്, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാം. പക്ഷേ എന്താണ്, ആ എൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡയറക്ഷന് വേണ്ടി മാത്രം ഇട്ടിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണം എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താണ്, സർഫസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε ടൈംസ് ക്യൂ, എൻ ഗ്യാപ്പ് എന്ത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷേ മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ എൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി ഇട്ടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തോട്ട് പറയുമ്പോൾ എൻ ഗ്യാപ്പ് അവിടെ പറയത്തില്ല. ഓക്കെ, ഡയറക്റ്റ് എന്താ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ ഗ്യാപ്പ് യൂസ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് അതിനെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ ഗ്യാപ്പ് ഇക്വേഷനിൽ ഫുൾ എല്ലാ ഡെറിവേറ്റീവ് ഇക്വേഷനെല്ലാം എൻ ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വേറെ വല്ലതും നോക്കുകയാണെങ്കിൽ അവിടെ എൻ ഗ്യാപ്പ് കാണണമെന്നില്ല. ഓക്കെ, അപ്പം അത് രണ്ടും ശരിയാണ്. സോ നിങ്ങളുടെ ഇഷ്ടം, നമുക്ക് എൻ ഗ്യാപ്പ് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടാം. ഓക്കെ, ഞാൻ പറയുമ്പോൾ എൻ ഗ്യാപ്പ് സ്കിപ്പ് ചെയ്യും, ഓർത്തോണം. അപ്പോൾ എൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് എൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം അടുത്ത് വരാം. അപ്പം സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε ടൈംസ് ദ ടോട്ടൽ ചാർജ് ക്യൂ ആണ് ഇക്വേഷൻ. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾ നോക്കിയെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് നമുക്ക് റോ ആയിട്ട്, ചാർജ് ഡെൻസിറ്റി നമുക്ക് എന്താ റോ ആയിട്ട് എടുക്കാം. ഓക്കെ, ലെറ്റ് റോ ബി ദ, ഇത് റോ ആണ്. ഓക്കെ, ഇങ്ങനെ ഇട്ടിക്കുന്നത് ശ്രദ്ധിക്കാതെ ഇട്ടതാണ്, യഥാർത്ഥത്തിൽ ഇതാണ് റോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റോ കൊടുത്തോളാം, നിങ്ങൾ ഡെറൈവ് ചെയ്യുമ്പോൾ റോയിനെ കറക്റ്റ് എഴുതിക്കൊള്ളണം. ഓക്കെ, സോ അപ്പോൾ റോ ആണ് ഒരു യൂണിറ്റ് വോളിയത്തിലുണ്ടാകുന്ന ചാർജ്. അങ്ങനെയാണെങ്കിൽ ഡി വി വോളിയത്തിലുണ്ടാകുന്ന ചാർജ് എന്തായിരിക്കും, റോ ഇൻറ്റു ഡി വി ആയിരിക്കും. ഓക്കെ, ഓർത്തോളം, ഒരു യൂണിറ്റ് വോളിയത്തിലുണ്ടാകുന്ന ചാർജ് റോ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി വി വോളിയത്തിലുണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് റോ ഡി വി ആണ്. ഓക്കെ, റോ ഡി വി ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പം യൂണിറ്റ് വോളിയത്തിൻ്റെ ചാർജ് റോ ഡി വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ചാർജ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു യൂണിറ്റ് വോളിയത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് റോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡി വി വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ടായിരിക്കും, റോ ഇൻറ്റു ഡി വി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കുക. ഇനി എന്ത് ഇൻറ്റഗ്രൽ നമ്മൾ ചെയ്യുക, ടോട്ടൽ ഇൻറ്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ചാർജ് അവിടെ ടോട്ടൽ ചാർജ് കിട്ടും. അപ്പം ഡി ക്യൂ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യൂ എന്ന് കിട്ടും. പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അടുത്ത റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വോളിയം വെച്ചാണ് നമ്മൾ വോളിയം ഇൻറ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ വോളിയം ഇൻറ്റഗ്രൽ റോ ഡി വി എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യുക, അപ്പം ഈ ക്യൂ കിട്ടി. ഈ ക്യൂവിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ ഈ ക്യൂവിൻ്റെ സ്ഥാനത്തോട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, ഇക്വേഷൻ എങ്ങനെ മാറും, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε ഇൻറ്റു 1/ε അവിടെ തന്നെ ഉണ്ട്, ബാക്കി 1/ε അവിടെ തന്നെ ഉണ്ട്, ബാക്കി ക്യൂവിൻ്റെ സ്ഥാനത്ത് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ക്യൂവിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1/ε ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. അടുത്തിനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അപ്ലൈയിൻ ഗാസസ് ഡൈവർജൻസ് തിയറം ടു എൽ എച്ച് എസ്. അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതെന്താണ്, സർഫസ് ഇൻ്റഗ്രലിലാണ് കിടക്കുന്നത്. ഈ സൈൻ എന്ന് പറയുന്നത് വോളിയം ഇൻ്റഗ്രലിലാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കി നോക്കുക, രണ്ടും, ഒന്ന് സർഫസ് ഇൻ്റഗ്രലും കിടക്കുന്നു, ഒന്ന് വോളിയം ഇൻ്റഗ്രലും കിടക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടും ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് നമ്മുടെ എൽ എച്ച് എസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഗാസസ് തിയറം ഉപയോഗിച്ച് എന്ത് ചെയ്യുക, വോളിയത്തിലോട്ട് മാറ്റുക, വോളിയം ഇൻ്റഗ്രലിൻ്റെ ടേമിലോട്ട് മാറ്റുക. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഗാസസ് തിയറം എന്ത് ചെയ്യുന്നു, സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു തിയറമാണ് എന്ന് പറയുന്നത് ഗാസസ് തിയറം. അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ എൽ എച്ച് എസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗാസസ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുക. ഗാസസ് ഡൈവർജൻസ് തിയറം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലായിട്ട് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗാസസ് ഡൈവർജൻസ് തിയറം യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് തെറ്റിപ്പോയില്ല, ഗാസസ് ഡൈവർജൻസ് തിയറവും ഗാസസ് തിയറവും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എല്ലാം രണ്ടാണ്. ഓക്കെ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗാസസ് ഡൈവർജൻസ് തിയറമാണ്. നിങ്ങൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ട് ഗാസസ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, സർഫസ് ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രലായിട്ട് മാറും. അതാണ് അത് എഴുതിയിരിക്കുന്നത്. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു എന്താ, എങ്ങനെ മാറും, വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ടി ഡി വി. ഓക്കെ, അപ്പം ഈ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത്, വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ടി ഡി വി. ഓക്കെ, അടുത്ത് അപ്പം എൽ എച്ച് എസ് എന്തായിട്ട് മാറി, വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ടി ഡി വി എന്ന് മാറി. അടുത്തിനി ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ 1 എങ്ങനെ മാറും, വോളിയം ഇൻ്റഗ്രൽ
വോളിയം ഇൻ്റഗ്രൽ ഇത് തന്നെ ഡെൽ ഡോട്ട് ടി ഡി വി വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ടി ഡി വി ഈക്വൽ ടു 1/ε ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ റോ ഡി വി. ഓക്കെ, അതായത് ഇതിനടുത്ത് എവിടെ കൊടുക്കുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അടുത്തിനി ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, അടുത്തിനി ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഇത് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഡെൽ ഡോട്ട് ടി ഡി വി മൈനസ് ε0 അല്ലെങ്കിൽ റോ ബൈ ε0 ടു ഡി വി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ജസ്റ്റ് ഇതിനെ അപ്പുറത്തോണ്ട് വന്നാൽ മതി. ഈ സൈഡിൽ 0 ആവും, മറ്റേ സൈഡിൽ എന്ത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിക്കറിയാം ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ എപ്പോഴും നമുക്ക് 0 കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, ഈ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അകത്തുള്ള വാല്യൂസ് എന്തായിരിക്കണം, 0 ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും 0 ആകത്തുള്ളൂ. സോ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് എല്ലാ സിസ്റ്റത്തിലും ശരിയാണെങ്കിൽ ഡെൽ ഡോട്ട് ടി മൈനസ് റോ ബൈ ε0 എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ എന്താണ്, സിൻസ് ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ ദ സിസ്റ്റം എന്താണ്, ഇൻ്റഗ്രൽ മസ്റ്റ് ബി 0. ഡെൽ ഡോട്ട് ടി മൈനസ് റോ ബൈ ε0 0 ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഡെൽ ഡോട്ട് ടി റോ ബൈ ε0 ഈക്വൽ ടു 0. സോ ε0 ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ, അതായത് ഈ ε0 എന്ത് ചെയ്യുക, അപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ε0 ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ എന്ന് കിട്ടും. ഓർ നമുക്ക് എന്ത് ചെയ്യും, ε0 ഡോയെ പുറത്തെടുത്തിട്ട് ε0 അകത്തോട്ട് വരും. അപ്പം ഡെൽ ഡോട്ട് ε0 ഈക്വൽ ടു റോ എന്ന് കിട്ടും. ഓക്കെ, സോ അടുത്തെന്ത് ചെയ്യുക, ഈ ε0 ഇയെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഡി ആയിട്ട് എടുക്കാം. ഡി എന്ന് പറയുന്നത് ഒറ്റ ടേമായിട്ട് എടുക്കാം. ε0 ഇയുടെ പേരാണ് എന്തുവാണ്, ഡി. അപ്പം ഇതിനെ നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഓക്കെ, ε0 ഈക്വൽ ടു ഡി എന്ന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഓക്കെ, സോ ഇതിൻ്റെ ഒറ്റ പേര് ε0 ഈക്വൽ ടു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഇത് ഓർത്ത് വെച്ചോളാം, ഡി എന്ന് പറയുന്ന ടേം. ഓക്കെ, സോ നമ്മൾ അടുത്ത് എന്ത് ചെയ്യുക, ഈ ε0 ഇക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡി എന്ന് പറയുന്ന സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ന് പറഞ്ഞാൽ മാക്സ്വെൽസ് ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തോളം മാക്സ്വെൽസ് ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ടി ഈക്വൽ ടു റോ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റോയ്ക്ക് രണ്ട് വാല്യൂ ഉണ്ട്, പ്ലസ് റോയും മൈനസ് റോയും. ഓക്കെ, ഇങ്ങനെ റോ എന്ന് കോമൺ ആയിട്ട് കിടക്കാനുള്ളൂ, പ്ലസ് ഓർ മൈനസ് റോയാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്, ഇതിന് ഡി എന്ന് പറഞ്ഞാൽ ഓർത്തോളം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. ഓക്കെ, അതായത് ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത് രണ്ട് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോൾ റോയുടെ പോസിറ്റീവ് ചാർജിൻ്റെ റോ പോസിറ്റീവ് ആകുമ്പോൾ അർത്ഥം പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. അതേപോലെ നെഗറ്റീവ് ചാർജിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന ഇത് നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജിൽ നിന്ന് പോയി നെഗറ്റീവ് ചാർജിലോട്ടാണ് വരുന്നത്. സോ പോസിറ്റീവ് ചാർജിൽ നിന്ന് എന്ത് ചെയ്ത് എപ്പോഴും ഡൈവേർജ് ചെയ്യും, ഇങ്ങനെ ഡൈവേർജ് ചെയ്യും. ആൻഡ് നെഗറ്റീവ് ചാർജിലോട്ട് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് കൺവേർട്ട് ചെയ്യും. സോ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഫീൽഡ് ഇക്വേഷൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ചാർജ് എക്സിസ്റ്റ് ചെയ്യും, പോസിറ്റീവ് റോ ആൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് എന്ത് ചെയ്യും, എപ്പോഴും ഡൈവേർജാണ് ചെയ്ത് പോകുന്നത്. നെഗറ്റീവ് ചാർജിൽ നിന്ന് എന്ത് ചെയ്യും, എപ്പോഴും കൺവേർജ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ചാർജ് എക്സിസ്റ്റ്, മെയിനായിട്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജ് എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. അതിനൊരു പ്രൂഫ് കിട്ടിയതാണ് എന്ന് പറയുന്നത്. ഈ അടുത്ത് ഇറത്തിയെന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോൾ മാക്സ്വെൽസ് സെക്കൻഡ് ഇക്വേഷനാണ്. ഓക്കെ, മാക്സ്വെൽസ് സെക്കൻഡ് ഇക്വേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 0. ഓർ അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ലീവിങ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 0.
ഇതാണ് എന്താണ് നമ്മുടെ സെക്കൻഡ് ഫീൽഡ് ഇക്വേഷൻ ഗാസസ് തിയറം ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീവിങ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് സീറോ. ഓക്കെ, അതായത് ഒരു ക്ലോസ് സർഫസിൽ നിന്ന് പുറത്ത് വരുന്ന ഇങ്ങനെ ഒരു ക്ലോസ് സർഫസാണ്. ഇതിൽ നിന്ന് ആയിട്ട് നെറ്റ് വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചായിരുന്നു, ഇങ്ങോട്ട് വരുന്ന ഫീൽഡും അങ്ങോട്ട് പോകുന്ന ഫീൽഡും ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നെറ്റ് ഫ്ലക്സ്, അതായത് ഇങ്ങോട്ട് വരുന്ന നമ്മൾ പോസിറ്റീവ് എടുത്താൽ തിരിച്ച് പോകുന്നത് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലക്സ് എന്തായി പോകും? സീറോ ആയി പോകും. സോ അതാണ് എന്ത് പറയുന്നത്, ഈ നമ്മുടെ ഗോസസ് തിയറം ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പറയുന്നത് എന്താണ്? ദ ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ് സർഫസ് ഈക്വൽ ടു സീറോ, ഓർ നമുക്ക് ഇങ്ങനെ പറയാം മാഗ്നറ്റിക് ഫ്ലക്സ് ലീവിങ് ത്രൂ എ ക്ലോസ് സർഫസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അതിൻ്റെ ഇൻ്റഗ്രൽ ഫോമിൽ നമ്മൾ ഇക്വേഷൻ രൂപത്തിൽ എഴുതുന്നതാണ് ഇത്. ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ അപ്പം അപ്പം ഒരിക്കലൂടെ പറയാം, മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗാസസ് തിയറം ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്നാണ് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ് സർഫസ് ഈക്വൽ ടു സീറോ. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഓർത്തോളം എന്നെന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറാണ്, അത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ എഴുതിക്കണമെന്നേ ഉള്ളൂ. സർഫസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇതിലോട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഗാസസ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഗാസസ് ഡൈവർജൻസ് തിയറം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം എന്താണ്? ഒരു സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർഫസ് ഇൻ്റഗ്രൽ ടു വോളിയം, സർഫസിനെ ഒരു വോളിയം ഇൻ്റഗ്രൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗാസസ് ഡൈവർജൻസ് തിയറം നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാസസ് ഡൈവർജൻസ് തിയറം ഇക്വേഷൻ 4 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ഈ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ എന്താവും? ഡെൽ ഡോട്ട് ബി ഡി വി ഈക്വൽ ടു സീറോ. വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ബി ഡി വി ഈക്വൽ ടു സീറോ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഓർക്കണം, നമ്മൾ ഇക്വേഷൻ 4 ഗാസസ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? വോളിയം ഇൻ്റഗ്രലോട്ട് മാറി. സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കാനാണ് നമ്മൾ എന്താണ് ഗാസസ് ഡൈവർജൻസ് തിയറം യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് കിട്ടി? വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ, അടുത്ത അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? ഈ ഇക്വേഷൻ ട്രൂ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ്റെ ഡെൽ ഡോട്ട് ബി എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? എല്ലാ കേസിലും ഈ ഇക്വേഷൻ എന്താകത്തുള്ളൂ? സീറോ ആകത്തുള്ളൂ. സോ നമുക്ക് ഇതിൽ നിന്ന് എഴുതാൻ എന്താണ്? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ മാക്സ്വെൽസിൻ്റെ സെക്കൻഡ് ഫീൽഡ് ഇക്വേഷൻ, ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥമാണ്, ഇതിൻ്റെ ഫിസിക്കലായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം കിട്ടുന്നത് എന്താണ്? ദ നെറ്റ് ഫ്ലക്സ് ലീവിങ് ത്രൂ ദ സർഫസ് ഈസ് എന്താണ്? ഓൾവേസ് സീറോ, ഓർ ദർ ഈസ് നോ നെറ്റ് ഫ്ലക്സ് ലീവിങ് ത്രൂ ദ സർഫസ്. ഓക്കെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ലീവിങ് ഈസ് റിട്ടേണിങ് ബാക്ക്, അതായത് എത്ര ഫ്ലക്സ് പുറത്തോട്ട് പോകുന്നു അത്രയും ഫ്ലക്സ് എന്ത് ചെയ്യും? തിരിച്ച് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും പോൾസ് എന്തായിരിക്കും? നോർത്ത് പോളും സൗത്ത് പോളും എന്തായിരിക്കും? പെയറായിട്ടിരിക്കും. കാരണം നോർത്ത് പോളിൽ നിന്ന് എത്ര എണ്ണം ലീവ് ചെയ്തോ അതെന്ത് കിട്ടും? സൗത്ത് പോളിലോട്ട് വരും. നമ്മളിവിടെ ഒരു ഇതാണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതാണ് നമ്മുടെ നോർത്ത് പോൾ, ഇതാണ് നമ്മുടെ സൗത്ത് പോൾ. അപ്പോൾ എന്താണ്? ഇങ്ങനെ ഫ്ലക്സ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് വരണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ നെറ്റ് ഫ്ലക്സ്, ഈ ഏരിയയിലെ നെറ്റ് ഫ്ലക്സ് എന്തായിരിക്കും? സീറോ. കാരണം എത്രയാണോ ഇങ്ങോട്ട് പോകുന്നത് അത്രയും എന്ത് ചെയ്യും? തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏരിയ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഓർ ഇത് എങ്ങനെയാണോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലായിട്ട് എന്തായിരിക്കും? നമുക്ക് സീറോ ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ്റെ അർത്ഥം, ഡെൽ ഡോട്ട് ബി. കാരണം ഡെൽ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഡെൽ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സോ എന്താണ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? നോർത്ത് പോളും സൗത്ത്, ഫൈനലായിട്ട് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, അല്ലെങ്കിൽ മാഗ്നറ്റിക് എന്താണ്? നോർത്ത് പോളും സൗത്ത് പോളും പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ പോസിറ്റീവ് ചാർജ് സെപ്പറേറ്റ്, നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. എന്താണ്? അപ്പം എപ്പോഴും എന്തായിരിക്കുള്ളൂ? ഇപ്പം നോർത്ത് പോളും സൗത്ത് പോളും പെയറായിട്ട് ഇരിക്കത്തുള്ളൂ. വേറൊരു രീതി പറഞ്ഞാൽ മോണോപോൾ. ഒരിക്കലും നമുക്ക് നോർത്ത് പോള് മാത്രമായിട്ടും ഇരിക്കത്തില്ല, സൗത്ത് പോള് മാത്രമായിട്ടും എന്ത് ചെയ്യത്തില്ല? ഇരിക്കത്തില്ല. സോ ദിസ് ഈസ് കാൾഡ് എന്താണ്? മാക്സ്വെൽ സെക്കൻഡ് ഫീൽഡ് ഇക്വേഷൻ. ഓക്കെ,